ഞങ്ങളിപ്പോ പോയി മേടിച്ചായിരുന്നു, തുപ്പാശ്ശേരി പോയി മേടിച്ചാൽ. അപ്പൊ ആശുപത്രിയിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ്. ചിന്നാപ്പി തുണിയൊക്കെ മടക്കി വെക്കുകയാണ്. എന്റെ വേണ്ടാത്ത തുണിയൊക്കെ അത്രണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കളഞ്ഞു. ഈ ഫീഡിങ് മതി 2 വർഷത്തേക്ക്, അതുകൊണ്ട് ഫീഡിങ് അല്ലാത്ത പുതിയ പുതിയ ഉടുപ്പൊക്കെ എടുത്ത് കളയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് കുഞ്ഞുമാവിക്കുള്ളത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി മൊത്തം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ളത് ബാഗിലാക്കി വെക്കണം. ഇത് കുഞ്ഞുമാവയ്ക്കുള്ളത് പെട്ടി വെച്ച് മിക്കു അടുക്കി വെച്ചതാണ്. മിക്കു എല്ലാം വലിച്ചെടുത്ത്. മിക്കു എടുത്ത് വെച്ചേ, ബാവയുടെ എടുത്ത് വെക്കി അടുക്കി വെച്ചല്ലേ നമ്മളിപ്പോ. അടുക്കി വെച്ചതല്ലേ മിക്കു വെച്ചേ. അമ്മ കഷ്ടപ്പെട്ടു. അപ്പൊ ഇതെല്ലാം നോക്കിയ കട്ടില് മൊത്തം ഉടുപ്പാണ് ചിന്നാപ്പിയുടെ. ചിന്നാപ്പി എല്ലാം മടക്കി വെക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബാഗ് താഴെ ഇരിപ്പുണ്ട്. ഈ ബാഗ് വേണം ഇനി ചിന്നാപ്പിട നിറയ്ക്കാൻ. മിക്കുമോനെ എല്ലാം പറക്കി അടുക്കി വേ. ഇതെടുത്ത് അടുക്കി വെച്ചേ, അടുക്കി വെക്കി. കുഞ്ഞുവാവയ്ക്ക് അത്രയും എടുത്തിട്ടുള്ളൂ, ബാക്കി മൊത്തം ഇവിടെ ഇരിക്കുകയാണ്. അത്രയും കുഞ്ഞുവാവയാണ്. നമുക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ്. ഇത് വേറെ ബാഗിലാണ് പാക്ക് ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് 5 ദിവസത്തെ അല്ലേ അഡ്മിറ്റ് ആകത്തുള്ളൂ. അപ്പൊ 5 ദിവസത്തേക്കുള്ള 5 ദിവസത്തേക്കുള്ള ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് അല്ലേ. ഈ പാമ്പറാണ് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഈ പാമ്പറാണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മിക്കുനാണെങ്കിൽ ഞാൻ പാമ്പേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പുതിയൊരു സാധനമാണ്. ഇത് കണ്ടോ, ഞാൻ ഇപ്പൊ മേടിച്ചോണ്ട് വന്ന ക്യാപ്പൊക്കെ ഈ കൊച്ചം കാണിക്കുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ ഇപ്പൊ പോയി മേടിച്ചായിരുന്നു, തുപ്പാശ്ശേരി പോയി മേടിച്ചാൽ. തുപ്പാശ്ശേരി മേടിച്ചതാണ് ക്യാപ്പും ഗ്ലൗസും സോക്സും ഒക്കെ ആയിട്ട്. ഈ തൊപ്പയെല്ലാം ഇപ്പൊ മേടിച്ചാണ്, തുപ്പാശ്ശേരി മേടിച്ച. പുതിയൊരു ടർക്കി ഞാൻ മേടിച്ചിട്ടുണ്ട്. ടർക്കി മേടിച്ചിട്ട് അടിപൊളി ടർക്കി, നല്ല ക്യൂട്ടായിട്ട് നല്ല പഞ്ഞി കണക്കെ ഇരിക്കുന്നത്. നമുക്ക് എപ്പിയാണിത്. ഇതിപ്പോ മേടിച്ച തൊപ്പി, ഇപ്പൊ മേടിച്ച തൊപ്പി 2 ചെവിയുടെ കണക്ക്. മിക്കുപ്പ ഒന്ന് കാണിച്ചേടി. മിക്കുപ്പൊക്കെ വെച്ച് കൊടുത്തു. മിക്കുപ്പയുടെ തലയിൽ കയറത്തില്ല. എല്ലാരും ചോദിച്ചു ഈ തൊപ്പി, വീട്ടിലെല്ലാരും ചോദിച്ചു ഈ തൊപ്പി എന്ത് പെങ്കൊച്ചിന്റെ തൊപ്പിയല്ലേ, പെങ്കൊച്ചാണോ അല്ലയോ എന്ന് അറിയാതെ എന്തിനാ ഈ തൊപ്പി എടുത്തതെന്ന്. പക്ഷെ അങ്ങനൊന്നും ഇല്ല. ആർക്ക് പെങ്കൊച്ചിനെ യൂസ് ചെയ്യാം, ആൺകൊച്ചിനെ യൂസ് ചെയ്യാം. ന്യൂബോൺ ബേബി ഇല്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മടക്കി വെച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ പരിപാടി മൊത്തം കഴിയല്ലേ നാപ്പി? യെസ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ജോലി നടക്കട്ടെ. ഓക്കെ, ബൈ.